നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നാളെ ഡിസംബർ 5 വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നാളെ മറ്റൊന്നുമല്ല, ഡിസംബർ 3, 4 ഒപ്പം നാളെയും 5 ദിവസങ്ങളിലായിട്ട് റിസർവ് ബാങ്കിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യോഗവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായൊരു തീരുമാനം നാളെ കാലത്ത് 10 മണിക്ക് റിസർവ് ബാങ്ക് ഗവർണർ പ്രഖ്യാപിക്കും. സ്വാഭാവികമായിട്ടും ഓഹരി വിപണി കാത്തിരിക്കുന്നത് നാളത്തെ ദിവസം ആ ഒരു വാർത്തയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത്, നാളെ 10 മണി വരെ ട്രേഡിലേക്ക് കടക്കാതിരിക്കുക. അഥവാ കടക്കുന്നുണ്ടെങ്കിൽ 10 മണിക്ക് ശേഷം ട്രെൻഡിൽ ചേഞ്ച് ഉണ്ടായേക്കാം എന്നുള്ള കാര്യം ഓർമ്മയിൽ വെക്കുക. കാരണം 10 മണിക്ക് റിസർവ് ബാങ്ക് ഗവർണർ എന്താണ് പറയുക എന്ന് പറയുന്ന സമയത്ത് മാത്രമേ നമുക്ക് മനസ്സിലാവൂ. ആ സമയത്ത് ഒന്നുകിൽ മുകളിലേക്കോ അല്ലെങ്കിൽ താഴേക്കോ എന്താണ് വാർത്ത, അതിനനുസരിച്ചുകൊണ്ട് മാർക്കറ്റിൽ ചലനമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നാളെ 10 മണി വരെ ചാടിക്കയറി ട്രേഡുകളൊന്നും എടുക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഇനി നാളത്തെ ലെവലുകൾ പറയുന്നതിന് മുൻപ് ഇന്ന് തന്ന ലെവലുകളിൽ ഇന്ന് വലിയ തോതിൽ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്തൊരു സാധാരണ ദിവസം എന്നേ പറയാൻ പറ്റൂ. മുകളിലേക്ക് പോയി താഴേക്ക് പോയി ഒരു കൃത്യമായൊരു ഡയറക്ഷൻ ഇല്ലാതെ ആടിക്കളിച്ചു എന്നൊക്കെ പറയാവുന്ന രൂപത്തിലുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. എനിവേ 25,900 കോള് വാച്ച് ചെയ്തിട്ടുള്ളവർക്കറിയാം. 9:45 213 മുതൽ 245 വരെയും പിന്നീട് 269 വരെയും ആ പ്രീമിയത്തിൻ്റെ സ്ട്രൈക്കിൻ്റെ പ്രീമിയം പോയിട്ടുണ്ടായിരുന്നു. 25,900 കോളാണ് സംസാരിച്ചത്. 26,200 പുട്ട് 11:35 193 മുതൽ 233 വരെയുള്ള ദൂരം യാത്ര ചെയ്തു. അപ്പോൾ കോളിലും പുട്ടിലുമായിട്ട് ട്രേഡുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ട്രേഡ് ആയിരുന്നില്ല. എങ്കിലും ആ ലെവലുകൾ വെച്ച് ട്രേഡ് ചെയ്തവർക്ക് ലാഭമുണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് സത്യം. ഇനി നാളത്തെ കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നാളെ ഒരു ഇവൻറ്റ്ഫുൾ ഡേ ആണ്. സോ ഓൾറെഡി അതുപോലെ തന്നെ ലോക നേതാക്കളിൽ ഒരാളായ പുടിൻ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ട്രേഡ് ഡീലുകളൊക്കെ സംസാരിക്കുന്നുണ്ട്, ഫൈനലൈസ് ആയിട്ടുണ്ട്. അതിൻ്റെ ഡിസ്കഷൻസ് ഫൈനൽ രൂപത്തിലേക്ക് വരികയും അത് ഇംപ്ലിമെൻറ്റേഷനിലേക്കൊക്കെ മാറുകയും ചെയ്യുന്ന കടുത്ത തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഈ പുട്ടിനുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയൊക്കെ പുറത്തേക്ക് വന്നാൽ അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും മാർക്കറ്റിനെ ബാധിക്കും. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിസർവ് ബാങ്ക് ഗവർണറുടെ പ്രഖ്യാപനം 10 മണിയുടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നിഫ്റ്റിയുടെ നാളത്തെ ലെവലുകൾ 25,733, 812, 893, 976, 26,076, 172, 26,220. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞത് 26,172 കോൾ സൈഡിൽ 25,900 കോള് 54, 97, 142, 187, 243, 289. അടുത്തൊരു കോൾ 25,800 കോള് 126, 171, 216, 262, 322, 368. തീർച്ചയായും 2 കോളുകളും നിഫ്റ്റിയും ഓൾറെഡി സംസാരിച്ചു. ഇനി പുട്ട് ഓപ്ഷൻ്റെ പ്രീമിയമാണ് പറയുന്നത്. പക്ഷെ ഇതുവരെയും ഞാനൊക്കെ പറഞ്ഞത് സിംഗിൾ നമ്പറുകളായിരുന്നു, അത് സപ്പോർട്ടും റെസിസ്റ്റൻസുമായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ളത്. പക്ഷേ പുട്ടിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സോണാണ്, ഏരിയ ആണ്. ഒറ്റ നമ്പറല്ല പറയുന്നത്, 2 നമ്പറുകൾ ഒരുമിച്ച് ആ 2 നമ്പറുകൾക്കിടയിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. അത് സപ്പോർട്ടായിട്ടോ റെസിസ്റ്റൻസായിട്ടോ ആക്ട് ചെയ്യും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് 26,200 പുട്ട് ആദ്യ നമ്പർ ഞാൻ പറയുന്നത് 150, 160 എന്നാണ്. അപ്പോൾ 150, 160 എന്ന് ഞാൻ പറയുമ്പോൾ 150ൻ്റെയും 160ൻ്റെയും ഇടയിൽ ട്രേഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു ഏരിയ 150 to 160 സപ്പോർട്ടായിട്ടോ റെസിസ്റ്റൻസായിട്ടോ ആക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ 26,200 പുട്ട് 150, 160, 210, 219,
247, 257, 295, 305. 26 100 പുട്ട് 98 103, 138 143, 179 183, 213, 220. ഓൾറെഡി നിഫ്റ്റിയുടെയും 2 കോൾ ഓപ്ഷൻ്റെയും 2 പുട്ട് ഓപ്ഷൻ്റെയും പ്രീമിയവുമായി ബന്ധപ്പെട്ട ലെവലുകൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. എന്തായാലും നാളത്തെ ദിവസം ശ്രദ്ധയോടെ ട്രേഡ് ചെയ്യുക. ഒരു കാര്യം കൂടി വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ഈ ലെവലുകൾ എഡ്യൂക്കേഷൻ പർപ്പസിൽ മാത്രം എടുക്കുക. ആരെങ്കിലും ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ബാധ്യത മാത്രമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. എനിക്കതിനകത്ത് യാതൊരു ബാധ്യതയും ഉണ്ടായിരിക്കുന്നതല്ല. ഏതാനും ചില വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇനിയും തുടർന്നും വീഡിയോ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഏറെ സ്നേഹത്തോടെ നിങ്ങളേവരെയും ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പിന്തുണയ്ക്കും പ്രത്യേകം നന്ദി. നിങ്ങൾക്ക് വിജയകരമായ ഒരു ദിവസം ആശംസിക്കുന്നു. നാളെ ഒരു പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ. താങ്ക് യു ആൾ. താങ്ക് യു വെരി മച്ച്.